ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഗതിയുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ചാലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ. ഈ വീഡിയോ 2 ദിവസത്തെ കൂടി ചേർത്തുള്ള ഒരു ഷോർട്സ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. ഞങ്ങളൊന്ന് തൊടുപുഴ വരെ വന്നതാണ് കേട്ടോ. ഇക്കാക്ക് കഴിഞ്ഞ ദിവസം ഒരു പെരുന്നാൾക്കോടി എടുത്തു കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വ്ലോഗിൽ. അപ്പോൾ അത് ഷർട്ടിന് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഷർട്ടും മാറ്റി പാൻറ്റും മാറ്റി ഇപ്പം നല്ലൊരു സാധനമാണ് എടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കപ്പയും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് അതൊക്കെ പ്രിപ്പയർ ചെയ്തു നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പിറ്റേ ദിവസം പെരുന്നാളാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചേക്കാന്ന് ഓർത്ത് ഉടുമ്പന്നൂർക്ക് വന്നതാണ്. പെരുന്നാൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പെരുന്നാളാണെങ്കിൽ രാത്രി ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ അഫിയുടെ മുടി വെട്ടിക്കാനുണ്ടായിരുന്നു, ബാർബർ ഷോപ്പിലൊക്കെ ഫുള്ള് തിരക്കായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി നോമ്പ് തുറക്കാൻ സമയമായപ്പോഴേക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയിട്ടോ. അവിടെ വെച്ചിട്ടാണ് പെരുന്നാളാണെന്നുള്ളത് അറിഞ്ഞത്. പിന്നെ അരമണിക്കൂർ ആ ഒരു ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ടിൽ കാവൽ നിന്നിട്ടാണ് കേട്ടോ മുടി ഒന്ന് വെട്ടാൻ പറ്റിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഞാനും ഇക്കായും കൂടെ രാവിലെ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും പത്തിരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മമാരൊക്കെ കൂടിയിട്ട്. ഇക്കാക്ക് പള്ളിയിൽ പോകുമ്പോഴും അതുപോലെ ഇങ്ങനെ പെരുന്നാളിനൊക്കെ കൂടുതൽ മുണ്ടെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് മുണ്ടിന് ചേരില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഷർട്ട് ഇട്ടിട്ടുള്ളത്. ഇതും പുതിയത് തന്നെയാണ്. അങ്ങനെ അവർ പള്ളി പോകാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പെരുന്നാപ്പണം കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. അഫിയുടെ പോക്കറ്റിൽ നിന്നൊക്കെ നിധിക്കുട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പെരുന്നാപ്പണമൊക്കെ കൊടുത്തു. പിന്നെ ദേ ഇക്കായും ഉപ്പായും അതുപോലെ അഫിയും കൂടിയിട്ട് പള്ളിയിൽ പോകുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഇവിടെ അത്തച്ചി ഹനഫി, ഉമ്മച്ചി ഷാഫിയാണ്. ഇക്കാടെ വീട്ടിൽ ഇക്കാടെ ഉമ്മ ഹനഫിയാണ്, ഉപ്പ ഷാഫിയാണ് കേട്ടോ. ആദ്യം ഹനഫിക്കാരുടെ നമസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തച്ചി രാവിലെ തന്നെ പോയി. പിന്നെ 8 മണിക്കാണ് ഈ ഷാഫിക്കാരുടെ നിസ്കാരം. അതുകൊണ്ട് ഇക്കായും ഉപ്പായും അഫിയൊക്കെ ആ സമയമായപ്പോഴേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഇതേ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇക്ക ATM ൽ പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും പെരുന്നാപ്പണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അതുപോലെ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരു 12:30 12:45 ആയ സമയത്താണ് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. ഞാൻ ആ ഒരു ഇറച്ചി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ അരിഞ്ഞു വെക്കാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കച്ചമ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം പൊരിക്കാനും നെയ്ച്ചോറുണ്ടാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എളുപ്പമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കൽ ചില്ലറ പാടൊന്നുമില്ല. കാരണം ഷീറ്റാണ്. പിന്നെ പുറത്ത് ആ ഗ്രില്ലായതുകൊണ്ട് അവിടെ നിന്നുള്ള ചൂടെല്ലാം അടിക്കും. മനുഷ്യൻ വേർത്ത് നാശമാവും കേട്ടോ. അങ്ങനെ അത് ഓരോരുത്തർക്കായിട്ട് വിളമ്പുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയിരുന്ന് ഫുഡ് കഴിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് ചായ കുടിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.